സാധാരണ രീതിയിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഏതൊരു സദസ്സിലും ആമുഖ പ്രസംഗം നടത്തുന്ന വ്യക്തികളോട് കാണിക്കുന്ന ഒരു അകൽച്ചയുണ്ട്. പിണറായി വിജയൻ പണ്ടൊരു പൊതുപരിപാടിയിൽ ഒരു വനിത അദ്ദേഹത്തിൻ്റെ പ്രസംഗം നല്ല രീതിയിലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മാതിരി സംസാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവരെ വേദിയിലിരുത്തി തന്നെ ആക്ഷേപിച്ച സാഹചര്യം കേരളക്കര മറന്നിട്ടൊന്നുമില്ല. പരനാറി പ്രയോഗം NK പ്രേമചന്ദ്രനെതിരെ ഉപയോഗിച്ചതും അത്തരത്തിലുള്ള നിരവധിയായ സന്ദർഭങ്ങളിൽ പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ അരാജക മുഖം എത്രത്തോളം ജനങ്ങൾക്കിടയിൽ എക്സ്പോസ് ചെയ്യാമോ അതൊക്കെ എക്സ്പോസ് ചെയ്തിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന് വലിയ ഹൈപ്പാണെന്ന് പറഞ്ഞു നടക്കുന്ന അന്തംഗമ്മികൾ നിരവധിയാണ്. ഏതായാലും രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ യോഗ്യനാണ്, VD സതീശൻ സാർ പോയോ എന്ന് ഒരു വ്യക്തി അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന വേദിയിൽ വെച്ച് അവതാരകനായി വന്ന വ്യക്തി പറഞ്ഞപ്പോൾ പിണറായി വിജയൻ ഉരുളയ്ക്കുപ്പേരി പോലെ കൊടുത്ത മറുപടി വാസ്തവത്തിൽ പിണറായിയുടെ ഇപ്പോഴത്തെ പ്രതിരോധത്തെയാണ് കാണിക്കുന്നതെന്ന് വ്യക്തം. കാരണം പിണറായിക്കറിയാം ഇടതുപക്ഷം തകരാൻ പോവുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ഉം LDF-ഉം കൃത്യമായും തകർന്നടിയും എന്ന ഉത്തമ ബോധ്യം പിണറായിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനാണ് പിണറായി വിജയന്റെ ഏറ്റവും വലിയ താല്പര്യം. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും പിണറായിക്ക് നന്നായി അറിയാം പാർട്ടി ഗ്രാമങ്ങളിൽ പോലും CPIM-ന് വൻ വോട്ടിടിവ് ഉണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ CPIM തോറ്റാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള തിരിച്ചറിവിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഒന്ന് ഓർക്കുക, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പിന്നിൽ പോയി. K. സുധാകരൻ മത്സരിച്ച കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിനകത്ത് വരുന്ന മട്ടന്നൂരും ധർമ്മടവും തളിപ്പറമ്പും ഒക്കെ കൊടിയ പാർട്ടി ഗ്രാമങ്ങളാണ്. CPIM-ന് വേണ്ടി മാത്രം വോട്ട് ചെയ്യുന്ന പാർട്ടി പ്രവർത്തകർ വലിയ തോതിലുള്ള പാർട്ടി ഗ്രാമങ്ങൾ. എന്നിട്ടും അവിടെയൊക്കെ K. സുധാകരന് ലീഡ് നേടിയെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് ചെറിയ ഒരു സൂചനയല്ല പറയുന്നത്. ഇതിൻ്റെ ഒരു തനി ആവർത്തനം അതേ രീതിയിൽ അല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു കൃത്യമായ തോത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചാൽ CPIM പിന്നെ ഇല്ലേ ഇല്ല. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ അപ്രപാളികളിലേക്ക് പകർന്നടിയും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് കോൺഗ്രസിനകത്ത് തമ്മിൽ തല്ലുണ്ടാക്കി കളയാം എന്ന പിണറായിയുടെ ധാരണ. അതല്ലെങ്കിൽ ആ അവതാരകന്റെ മറുപടിക്ക്, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള വാക്കുകൾക്ക് പിണറായി സാധാരണ മറുപടി കൊടുക്കാറില്ല, പകരം കളിയാക്കുകയാണ് ചെയ്യുന്നത്. അവതാരകന്റെ വാക്കുകൾക്ക് പ്രസക്തമായ അല്ലെങ്കിൽ ഏറെ ഉചിതമായ രീതിയിൽ മറുപടി പറയണമെങ്കിൽ അത്രത്തോളം ഗൗരവപൂർവ്വം അദ്ദേഹം ആ വാക്കുകൾ ഏറ്റെടുത്തു എന്നതാണ്. ഇനി കോൺഗ്രസിൽ തമ്മിത്തല്ലുണ്ടാക്കിയെങ്കിലും കൃത്യമായും CPIM-ന്റെ പെട്ടിയിലേക്ക് വോട്ടുകൾ വീഴ്ത്താൻ തന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ മരുമകൻ മുഹമ്മദ് റിയാസിനെ വലിയ തോതിൽ അദ്ദേഹത്തിനെ ആനയിച്ച് മുഖ്യമന്ത്രി കസേരയിൽ എത്തിക്കാൻ ഈ അമ്മാവന് കഴിഞ്ഞാലോ, അതൊക്കെയാണ് പിണറായിയുടെ മനസ്സിലെ ഇനിയുള്ള ബാക്കിയുള്ള ചിന്തകൾ. ഏതായാലും ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ എന്ന് തന്നെയാണ് UDF കണക്ക് കൂട്ടുന്നത്.